ഹലോ, നല്ല നമസ്കാരം. നമ്മൾ ചെറുപ്പം മുതൽ കേട്ടു വളർന്ന ഒരു കഥയുണ്ട്. പച്ചക്കുപ്പായമിട്ട് പാവങ്ങളെ സഹായിച്ച് വില്ലും അമ്പുമേന്തി വനങ്ങളിൽ ജീവിക്കുന്ന നന്മയുള്ള റോബിൻ ഹുഡ്. എന്നാൽ ആ റോബിൻ ഹുഡിനെ ഒരു കൊടും ക്രൂരനായ കൊലപാതകയാക്കിയാലോ? താൻ ചെയ്ത പാവങ്ങളെ ഓർത്ത് വേവലാതിപ്പെടുന്ന ഒരു പരുക്കൻ മനുഷ്യനാണെങ്കിലോ? അങ്ങനെയൊരു തികച്ചും ഡാർക്ക് റിയലിസ്റ്റിക് മേക്ക് ഓവർ ആയിട്ടാണ് ഹ്യൂ മാക്കിന്റെ പുതിയ സിനിമ വന്നിരിക്കുന്നത്, ദി ഡെത്ത് ഓഫ് റോബിൻ ഹുഡ്. മൈക്കൽ സാർക്കോസ്കി സംവിധാനം ചെയ്ത പ്രശസ്തമായിട്ടുള്ള A24 ശൈലിയിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു സാധാരണ കൊമേഴ്ഷ്യൽ പടമല്ല. ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കഥ നടക്കുന്നത് 1247-ലാണ്. ഇത് റോബിൻ ഹുഡ് തൻ്റെ മുൻകാല തെറ്റുകളുടെ പ്രതികാരവുമായി നടക്കുന്ന ശത്രുക്കളെ ഭയന്നൊളിച്ചു കഴിയുന്ന ഒരു പ്രായമായ മനുഷ്യനാണ്. അയാളെ തേടി പഴയ കൂട്ടുകാർ ലിറ്റിൽ ജോൺ എത്തുന്നതോടുകൂടി കഥ മൊത്തത്തിൽ മാറുന്നത്. ഒരു വലിയ പോരാട്ടത്തിൻ്റെ മരണവക്കിലെത്തുന്ന റോബിൻ ജോൺ ഒരു സുരക്ഷിത സംഗീതത്തിൽ എത്തിക്കുന്നു. അവിടെയുള്ള സിസ്റ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഹിലാറിയുടെ ശുശ്രൂഷയിലൂടെ റോബിൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. തുടർന്ന് അയാൾ നടത്തുന്ന ആത്മപരിശോധനയാണ് ഈ സിനിമ. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഇതിനെ മലയാളിവൽക്കരിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മംഗലശ്ശേരി നീലകണ്ഠൻ, മലയാളത്തിലെ പ്രശസ്തമായ കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ ആയകാലത്ത് എല്ലാ ക്രൂരതകളും കൊള്ളരുതായ്മകളും എല്ലാം ചെയ്തു കഴിഞ്ഞു വീണുപോയപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ചെയ്തതൊക്കെ തെറ്റാണെന്നും തീരുമാനങ്ങൾ പക്വതയോടുകൂടി എടുക്കാൻ തോന്നിയത്. അത് തന്നെയാണ് ഈ റോബിൻ ഹുഡിൻ്റെ കഥയും. അതേ സമാനമായ സ്വഭാവത്തിലൂടെയാണ് ഈ സിനിമ വരച്ചിടുന്നത്. അങ്ങനെ ഒരു മലയാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ നായകൻ്റെ മാസപരിവേഷങ്ങളെല്ലാം അഴിച്ചുവച്ച് അയാൾ ചെയ്ത ക്രൂരതകൾ അയാളെ എങ്ങനെ വേട്ടയാടുന്നു എന്ന ആ ഒരു സിനിമ കാണിച്ചു തരുന്നുണ്ട്. അക്രമം ഒരിക്കലും ഒരു പരിഹാരമല്ലെന്നും നാം ചെയ്യുന്ന ക്രൂരതകൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നേർക്ക് തന്നെ തിരിഞ്ഞു കൊത്തും എന്നൊരു ആഴമേറിയ ഒരു സൈക്കിൾ ഓഫ് വയലൻസ് ഇതിൽ കാണിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ ഹ്യൂമർ ജാക്മാൻ തകർത്തു. കനത്ത താടിയും നീണ്ട മുടിയുമായി പശ്ചാത്തലം നിറഞ്ഞ ഒരു റോബിൻ ഹുഡിനെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിച്ചു. സിസ്റ്റർ ബ്രിഡ്ജായിട്ട് വന്ന ജോഡി കോമറും ശക്തമായ പ്രതീക്ഷ നൽകി തിളങ്ങി. പക്ഷേ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് കുഷ്ഠരോഗിയായി വേഷമിട്ട മാറോ ബോൾട്ടറ്റാണ്. മാറോ ബോൾട്ടറ്റിൻ്റെ ശരീരം മുഴുവനും മേക്കപ്പാണ്. വെറും കണ്ണുകൾ കൊണ്ട് ശബ്ദം കൊണ്ടും അദ്ദേഹം കരയിപ്പിച്ചു കളഞ്ഞു. ആകപ്പാടെ വെറും 10 മിനിറ്റ് മാത്രമേ അദ്ദേഹത്തിന് സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. ആ 10 മിനിറ്റ് നമ്മളെ വളരെ സൈലൻ്റ് ആക്കി കളഞ്ഞു. ഇങ്ങനെ ഹാർട്ടിൽ ഇങ്ങനെ വന്ന് ഇടിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ A24 ഒരു ബി ക്ലാസ് ക്ലാസിക്കൽ മൂവി തന്നെയാണ് ഇത്, ഡെത്ത് ഓഫ് റോബിൻ ഹുഡ്. വടക്കൻ അയർലൻഡിലെ കടുത്ത തണുപ്പിൽ ചെളി നിറഞ്ഞൊരു ഫൈറ്റ് സീനിൽ ചിത്രീകരിക്കുന്ന ആ ഒരു സാധനം, കടുത്ത ക്ഷീണം കാരണം ഹ്യൂ ജാക്കും വില്ലനും ഫൈറ്റിനിടയിൽ ചെളിയിൽ അനങ്ങാതെ കിടക്കുന്നത് പോലെ, അത് സംവിധായകൻ 2 പോരാളികൾക്കിടയിലെ ഒരു വിചിത്രമായ അടുപ്പം കാണിക്കാൻ ആ രംഗം അതേപടി സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കടൽ തീരത്ത് ഒരു കുട്ടിയുമായി റോബിൻ നടത്തുന്ന സംഭാഷണം പടത്തിലെ ഏറ്റവും മികച്ച സീനുകളിൽ ഒന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ അവസാനത്തെ ക്ലൈമാക്സ് സീന്, ഇതിൻ്റെ സാങ്കേതിക വശം പറയുകയാണെങ്കിൽ ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി, പാറ്റ് സ്കോളോ ഒരു രക്ഷയില്ല മോനെ. ദൃശ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം. ഒട്ടും കൃത്രിമമായിട്ട് ലൈറ്റുകൾ പരമാവധി ഒഴിവാക്കിയിട്ട് ക്യാൻഡിലും അതോടൊപ്പം തന്നെ പന്തം പോലുള്ള സാധനങ്ങൾ വച്ചിട്ട് ഒരു നീല വെളിച്ചത്തിലാണ് രാത്രി രംഗങ്ങൾ എടുത്തിരിക്കുന്നത്. റിച്ച് റൈഡ് ബ്ലൂ ടേൺ ദൃശ്യങ്ങൾ, ഒരു പ്രത്യേക ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു സാധനം, അതിനൊപ്പം ചേർന്നിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആവശ്യത്തിന് മാത്രം ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒരു അനാവശ്യത്തിന് ഒരു സ്ഥലത്ത് പോലും മ്യൂസിക് ഇല്ല. ഏകദേശം ഒരു 60% ഇതിൽ സൈലൻസ് ആണ്. ആ സൈലൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സാധനങ്ങളാണ്. ഒരു സമയത്തോ ഇത് മ്യൂസിക് കയറി പിടപ്പിക്കുന്ന ഒരു പിടപ്പിക്കലുണ്ട്. അതായത് ഞാൻ റോബിൻ ഹുഡാണ് എന്ന് പറഞ്ഞിട്ട് വേട്ടയ്ക്ക് പോകുന്ന ഒരു പിടപ്പിക്കലുണ്ട്. എൻ്റെ മോനെ, രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന അതുവരെ സൈലൻസ് ആയിട്ട് പെട്ടെന്ന് കയറി ഇതിനെ ഹൈ ആക്കി, സിനിമയെ മൊത്തത്തിൽ ഹൈ ആക്കി. ആവശ്യത്തിന് മാത്രം മ്യൂസിക്, അനാവശ്യത്തിന് ഒരു സ്ഥലത്ത് പോലും മ്യൂസിക് ഇല്ല. കിടിലം ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇത്രയൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ ഒരു സിനിമയുടെ പോരായ്മകളായിട്ട് തോന്നിയിട്ടുള്ളത്, ഫസ്റ്റ് ഒരു അരമണിക്കൂറുണ്ടല്ലോ സിനിമ ഭയങ്കര ഹൈ ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ റോബിൻ ഹുഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് പോകുന്ന ആ സീൻ തുടങ്ങുന്നത് വരെയും ഇതിനിടയിലുള്ള ആ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് ലാഗ് ഫീൽ ചെയ്തു.
പ്രായം ചെന്ന നായകൻ ഒരു കുട്ടിയെ സംരക്ഷിക്കുന്നു. ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടെ ഒരുപാട് ലാഗ് കയറി വന്നിട്ടുണ്ട്. റോബിൻ ഹുഡ് എന്ന് പറയുന്ന ഒരു പേര് പിന്നെ എടുത്തു വച്ചുകൊണ്ട് ഇതിൽ പിന്നെ ഈ കൊച്ചുകുട്ടിയുടെ കഥ പറയാനാണ് ശ്രമിച്ചത്. ശത്രുക്കളുടെ പിന്നെ മകളെ സംരക്ഷിക്കുന്ന വിധത്തിലേക്ക് കഥ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് റോബിൻ ഹുഡ് എന്ന് പറയുന്ന ലോകം അറിയപ്പെടുന്ന പിന്നെ സഹായി അല്ലെങ്കിൽ പിന്നെ മോഷ്ടാവ് അല്ലെങ്കിൽ പോരാളി എന്നൊക്കെ വിശേഷിപ്പിച്ച് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസും അതോടൊപ്പം തന്നെ ചോരക്കളവും ഒക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത്. പക്ഷേ ഈ സിനിമ നോക്കിയപ്പോൾ ബി ഗ്രേഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു ക്ലാസിക് ടച്ച് കൊണ്ടുവന്ന് കയറ്റി ഈ സിനിമയെ മൊത്തത്തിൽ പെർഫോമൻസ് കൊണ്ട് ഈ പിന്നെ തുടക്കത്തിലെയും അവസാനത്തെയും ഇതിനിടയിൽ വന്നിരുന്ന സാധനങ്ങളെല്ലാം തന്നെ പെർഫോമൻസ് കൊണ്ട് ബാലൻസ് ചെയ്യാനാണ് ശ്രമിച്ചത്. അതാണ് എനിക്ക് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ആ ഹോസ്പിറ്റൽ സീനോടുകൂടി ഇതിന് വേറൊരു ലെയർ വരുന്നുണ്ട്. അതാണ് ക്ലാസിക്കൽ ടച്ച്. തുടക്കത്തിൽ വരുന്ന കുറേ പിന്നെ രക്തച്ചൊരിച്ചൽ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഹാഫ് ആൻ അവറാണ് തുടക്കത്തിൽ. ആ സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഹൈ തന്നപ്പോൾ ഇതിനിടയിൽ വന്ന ഗ്യാപ്പ് ഏകദേശം 1 മണിക്കൂർ ഒരു ഗ്യാപ്പുണ്ട്. 2 മണിക്കൂർ 5 മിനിറ്റ് എന്തോമാണ് സിനിമ ദൈർഘ്യമുള്ളത്. ഇതിൽ 1 മണിക്കൂർ ഇടയ്ക്ക് വന്ന ആ 1 മണിക്കൂർ ഗ്യാപ്പ് നന്നായിട്ട് ലാഗ് ചെയ്തു. ഇവിടെ എല്ലാം കൊണ്ട് പിന്നെ പലരുടെയും സ്റ്റോറി പറയാൻ ശ്രമിച്ചു. ഓരോരുത്തരുടെയും സ്റ്റോറിക്കാണെങ്കിൽ അത്രയും ഡെപ്തും ഇല്ലായിരുന്നു എന്നതാണ് കുഴപ്പം. അതിൽ ആകപ്പാടെ കൊച്ചുകുട്ടിയുടെ സ്റ്റോറിക്ക് മാത്രമാണ് അല്പമെങ്കിലും ഒരു ഡെപ്ത് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ സ്റ്റോറികൾക്കും വലിയ ഡെപ്ത് ഇല്ല. കുഷ്ഠരോഗിയുടെ ചരിത്രത്തിൽ കൂടി ഡെപ്ത് ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ ഇതൊരു മാസ് മസാല പടമല്ല. തിയേറ്ററിൽ കയറി ഒരു അടിപൊളി പടം കാണാമെന്ന് വിചാരിച്ചു പോയാൽ ചിലപ്പോൾ നിരാശ തന്നെയായിരിക്കും. എന്നാൽ സിനിമയുടെ സാങ്കേതിക വശങ്ങളെയും ആഴമേറിയ കഥയും ഇഷ്ടപ്പെടുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമോട്ടോഗ്രാഫിയും അതോടൊപ്പം തന്നെ ഒരു മികച്ച എക്സ്പീരിയൻസും ആയിരിക്കും ഈ സിനിമ എന്നതിൽ യാതൊരു സംശയമില്ല. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സിനിമ ഞാൻ കണ്ടപ്പോൾ സൈഡിൽ പിന്നെ ബ്ലാക്ക് ബാർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ വിമാക്സ് പോലുള്ള സിനിമകളിലോ അല്ലെങ്കിൽ ഐമാക്സിലൊക്കെ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ഒരു സാധനങ്ങൾ ഇതിലുണ്ട്. പെർഫോമൻസ് ക്ലാസിക് ബി ഗ്രേഡ് മൂവി. അതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. താങ്ക്